കാലം കഴിഞ്ഞു പോകും നാമങ്ങൾ ചേർന്നിടുമേ തന്നാമം ഉയർത്തിയിടുവാൻ. ഈ കാലം കഴിഞ്ഞു പോകും നാമങ്ങൾ ചേർന്നിടുമേ തന്നാമം ഉയർത്തിയിടുവാൻ. സുഭാഷിതം. ഹോശേയ പ്രവചനം 10-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. നീതിയിൽ വിതപ്പീൻ, ദയയ്ക്കൊത്തവണ്ണം കൊയ്യുവീൻ, നിങ്ങളുടെ തരിശു നിലം ഉഴുവീൻ. യഹോവ വന്ന് നിങ്ങളുടെ മേൽ നീതി വർഷിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിപ്പാനുള്ള കാലം ആകുന്നുവല്ലോ. സോ ഫോർ യുവേഴ്സൽസ് റൈറ്റിയസ്നസ്, റീപ്പ് ഇൻ മേഴ്സി, ബ്രേക്ക് അപ്പ് യുവർ ഫാലോ ഗ്രൗണ്ട്, ഫോർ ഇറ്റ് ഈസ് ടൈം ടു സീക്ക് ദ ലോർഡ് till he comes and rains righteousness on you. ദൈവത്തോടുള്ള യഥാർത്ഥ ഭക്തിയും സമർപ്പണവും കൂടാതെ കപടമായി മതപരമായ ചടങ്ങുകൾ ആചരിക്കുന്നതിൻ്റെ അപകടങ്ങളെയാണ് ഹോശേയുടെ പ്രവചനം സൂചിപ്പിക്കുന്നത്. ദൈവത്തോടുള്ള ഭക്തി ഒരു ആചാരമായി മാറ്റി സ്വാർത്ഥമായ അഭിലാഷത്തിനും സത്യസന്ധതയില്ലാത്ത പ്രവർത്തനങ്ങളിലും മുന്നോട്ടു പോകുമ്പോൾ ദൈവത്തിൻ്റെ ന്യായവിധി അവിടെ ഉണ്ടാകും. എന്നാൽ ആത്മാർത്ഥമായ അനുതാപത്തോടുകൂടെ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്നാൽ അവരെ സ്വീകരിക്കുമെന്നുള്ള ഒരു വീണ്ടെടുപ്പിൻ്റെ സന്ദേശമാണ് നാം വായിച്ച വാക്യം പ്രതിധ്വനിപ്പിക്കുന്നത്. അവർക്ക് പാപമോചനവും ദൈവത്തിൻ്റെ പ്രീതിയിലേക്കും അനുഗ്രഹത്തിലേക്കുമുള്ള ഒരു പുനഃസ്ഥാപനം കണ്ടെത്തുവാൻ സാധിക്കുമെന്ന് അത് വിളിച്ചറിയിക്കുന്നു. അതിനുള്ള പ്രതിവിധിയാണ് പ്രവാചകൻ നമ്മോട് അറിയിക്കുന്നത്. നീതിയിൽ വിതപ്പീൻ, ദയയ്ക്കൊത്തവണ്ണം കൊയ്യുവീൻ. നാം ഏത് വിത്താണോ വിതയ്ക്കുന്നത് ആ വിത്ത് മുളച്ച് ചെടിയായി വളർന്ന് അതിൻ്റെ സമയത്ത് ഫലം കായ്ക്കുന്നു. പൗലോസ് അത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. 10 ഗുണം 10 ഗുണം എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? എപ്പോഴും ഒരു കൃഷിക്കാരൻ നല്ല വിത്താണ് വിതയ്ക്കുന്നത്. ഇവിടെ നാം സ്വയം വിതയ്ക്കാൻ പ്രബോധിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ മനസ്സിൽ ഞാൻ വിതയ്ക്കുന്ന വിത്തിൻ്റെ തരം അനുസരിച്ചാണ് എൻ്റെ ജീവിതം നിർണയിക്കപ്പെടുന്നത്. നാം നീതിയിൽ വിതച്ചാൽ കരുണയിൽ കൊയ്യും. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്ന് ദൈവവചനം പറഞ്ഞിരിക്കുമ്പോൾ നാം നീതീകരിക്കപ്പെടണമെങ്കിൽ നീതിമാനായ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു വരണം. മനുഷ്യനിൽ ഉൽപ്പാദിപ്പിക്കുന്ന നീതിയുടെ ഫലം ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതാകുന്നു. ഏതൊരു കൃഷിക്കാരനും വിത്ത് വിതയ്ക്കുന്നതിന് മുമ്പായി നിലം ഉഴുതുമറിച്ച് പാകപ്പെടുത്തി വിത്ത് വിതയ്ക്കത്തക്കവണ്ണം അതിനെ ഒരുക്കിയെടുക്കുന്നു. ഓരോ വിത്തുകളും വിതയ്ക്കുന്നതിനൊരു സീസണുണ്ട്. അതാതിൻ്റെ സമയത്ത് വിതച്ചെങ്കിൽ മാത്രമേ നല്ല ഫലം ലഭിക്കുകയുള്ളൂ. നാം വായിച്ച വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, യഹോവ വന്നു നിങ്ങളുടെ മേൽ നീതി വർഷിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിപ്പാനുള്ള കാലം ആകുന്നുവല്ലോ. ദൈവത്തെ കണ്ടെത്താകുന്ന കാലത്ത് അവനെ അന്വേഷിപ്പീനെന്ന് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു. പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തുമെന്ന് യഹോവ അരുളി ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ആകുന്നു സുപ്രസാദകാലം, ഇപ്പോൾ ആകുന്നു രക്ഷാ ദിവസം. കർത്താവിങ്കിലേക്ക് മടങ്ങി വന്ന് തരിശ് നിലമായി കിടക്കുന്ന നമ്മുടെ ഹൃദയം പാകപ്പെടുത്തി നല്ല വിത്തായ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം മുതലായ വിത്തുകൾ നാം പാകുമ്പോൾ നീതിയുടെ ഫലം നാം കൊയ്യുവാനിടയായിത്തീരും. ഹോശേയുടെ കാലത്തെ പോലെ വിശ്വാസത്യാഗം വർദ്ധിച്ചു വരുന്ന ഈ സഭായുഗത്തിൽ ദൈവത്തിൻ്റെ ജനം ആത്മാർത്ഥതയിലും സത്യത്തിലും ഹൃദയങ്ങളെ കീറി ദൈവസന്നിധിയിൽ അനുതാപത്തോടെ കടന്നു വരുന്നു എങ്കിൽ ദൈവത്തിൻ്റെ വരാനിരിക്കുന്ന ന്യായവിധിയിൽ നിന്ന് നിശ്ചയമായും അവർ ഒഴിവാക്കപ്പെടും. നിത്യജീവൻ എന്നുള്ള ഫലം കൊയ്യുവാൻ ഇടയായിത്തീരും. ആകയാൽ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, നീതിയിൽ വിതപ്പാനും കരുണയിൽ കൊയ്തെടുപ്പാനും അവിടുന്ന് അടിയങ്ങൾക്ക് കൃപ ചെയ്യണമേ എന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ. തൻ